ഒരു തീഷ്ണതയാണ്. കാരണം എന്നെ വിശ്വസിച്ച് ജനങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം, പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം. അപ്പോൾ അതിന് ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ്. ഞാൻ ഒരു തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് എന്നെ വിലക്കുന്ന ഘടകവും അതുതന്നെയാണ്. എന്നെ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്ന ജനങ്ങൾ, എന്റെ പാർട്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം ഞാനൊരു തെറ്റ് ചെയ്ത് അതിന്റെ പേരിൽ എന്റെ പാർട്ടിയോ എന്നെ പ്രതീക്ഷയോടുകൂടി നോക്കുന്ന ജനങ്ങളോ നിരാശനാക്കരുതെന്നുള്ള ആ ഒരു തീഷ്ണത എപ്പോഴും എന്നെ മനസ്സിൽ എന്നെ കൂടുതൽ പ്രവർത്തിക്കാനും തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിനും എന്നെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകമാണ്. രാഷ്ട്രീയത്തിന് ഉപരി, രാഷ്ട്രീയത്തിന് അതീതമായി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തെ കാണുന്നത്? എന്താണ് അഭിപ്രായം? എനിക്ക് അദ്ദേഹത്തോട് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്. ഞാൻ രാഷ്ട്രീയ രംഗത്ത് എപ്പോഴും വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടി നേതാക്കളോട് ഏറ്റവും നല്ല ബന്ധം പുലർത്തുകയും അവരെ ബഹുമാനിക്കുകയും കഴിയുന്നത്ര രാഷ്ട്രീയമായിട്ടുള്ളതല്ലാതെ ഒരു വിധത്തിലുള്ള ഒരു വിമർശനത്തിന് പോകാതിരിക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യുന്ന ആളാണ്. ശ്രീ അച്യുതാനന്ദൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് അന്നത്തെ ഗവൺമെന്റിനെ വിമർശിക്കാൻ വേണ്ടി യാഥാർത്ഥ്യബോധമില്ലാതെ അദ്ദേഹം എടുത്ത ചില നിലപാടുകൾ, ആ നിലപാടുകൾ അദ്ദേഹത്തെ തിരിഞ്ഞ് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷത്തിരുന്നപ്പോഴും അദ്ദേഹം ഒന്ന് ആലോചിക്കണമായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്വപ്പെട്ട നേതാവാണ്. നാളെ ഒരു കൂടുതൽ ഉത്തരവാദിത്വമുള്ള സ്ഥാനത്തേക്ക് വന്നാൽ അന്ന് സ്വീകരിക്കേണ്ട നിലപാടിനെ കുറിച്ചുകൂടെ ചിന്തിക്കേണ്ടതായിരുന്നു. അത് ചിന്തിക്കാതെ യാഥാർത്ഥ്യബോധമില്ലാതെ എല്ലാത്തിനെയും എതിർത്തു. കേട്ട കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം രൂക്ഷമായിട്ടുള്ള വിമർശനമായിട്ട് വന്നു. അന്ന് അദ്ദേഹത്തിന് നല്ല കയ്യടി കിട്ടി, നല്ല രീതിയിലുള്ള ജനങ്ങൾ അത് ഉൾക്കൊണ്ടു. ഇടതുമുന്നണിയുടെ വിജയത്തിന് അത് ഒരു ഘടകമായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ അധികാരത്തിൽ വന്നപ്പം യാഥാർത്ഥ്യത്തോടുകൂടി മാത്രമേ മുമ്പോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. പ്രതിപക്ഷത്തിരിക്കുമ്പം എന്തും പറയാം, പക്ഷെ ഭരണരംഗത്തിരിക്കുമ്പം ചിലത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നിയമമുണ്ട്, ചട്ടങ്ങളുണ്ട്, സാമ്പത്തിക പരിമിതികളുണ്ട്. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളാണ്. നിയമവും കോടതിയും ഒക്കെ ഇതിന്റെ വഴിക്ക് വരികയാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇതുവെല്ലാം പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ അങ്ങനെ മുമ്പൊരിക്കലും ഒരു പ്രതിപക്ഷ നേതാവ് എടുത്തിട്ടില്ലാത്ത ഒരു നിലപാട്, എക്സ്ട്രീമായിട്ടുള്ളൊരു നിലപാട് അദ്ദേഹം എടുത്തു. ആ നിലപാട് ഇപ്പം അദ്ദേഹത്തെ തിരിഞ്ഞ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ എതിരാളി എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവായിരുന്ന അച്യുതാനന്ദൻ എടുത്ത നിലപാടാണ് മുഖ്യമന്ത്രിയായ അച്യുതാനന്ദന് ഇന്ന് ഏറ്റവും വലിയ എതിരായിട്ട് നിൽക്കുന്നത്. ഇപ്പം ടിവിയിലൊക്കെ ഇപ്പൊ ഏഷ്യാനെറ്റിലാണെന്നുണ്ടെങ്കിലും കൈരളിയിലാണെന്നുണ്ടെങ്കിലും അമൃത ചാനലിലും സൂര്യയിലും എല്ലാം ഒട്ടനവധി കലാകാരന്മാര് സാറിനെ അനുകരിക്കുന്നുണ്ട്. സാറിന്റെ അതേ രൂപത്തിലും അതേ സംസാര ശൈലിയിലും ഭാവത്തിലും ഡ്രസ്സിങ്ങിലും എല്ലാം. അതൊക്കെ കാണുമ്പോൾ സാറിന് എന്താണ് തോന്നുന്നത്? ഞാൻ ഈ വിമർശനങ്ങളെ ഞാൻ യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയാണ് ഞാൻ കാണുന്നത്. ഞാൻ എപ്പോഴും ഒരു അതർമാൻസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കും. എന്നെ ഒരാൾ വിമർശിക്കുമ്പം പെട്ടെന്ന് എനിക്ക് അദ്ദേഹത്തോട് ഒരു വിരോധമല്ല വരുന്നത്. ഞാൻ ആ വിമർശനത്തിന് അർഹനാണോ, ഞാൻ ഏതെങ്കിലും വിധത്തിൽ അർഹനാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ തെറ്റ് തിരുത്താനും ആള് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളാനും ഞാൻ ശ്രമിക്കും. ഞാൻ ഒരു വിധത്തിൽ നോക്കിയിട്ട് അതിനൊരു ന്യായീകരണമില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അതിലൊരു വരത്തുള്ളൂ. അപ്പം വിമർശനങ്ങളെ ഞാൻ അങ്ങനെ ഒരു ശക്തിയായ ഒരു എതിരായിട്ടോ മറ്റു രീതിയിലൊന്നും ഞാൻ കാണത്തില്ല. എന്ന് മാത്രമല്ല, ഒരു പൊതുപ്രവർത്തകൻ ഒരിക്കലും വിമർശനങ്ങളോട് അസഹിഷ്ണുത കാണിക്കാൻ പാടില്ല. അസഹിഷ്ണുത കാണിച്ചാൽ അദ്ദേഹത്തിന്റെ നാശത്തിന്റെ തുടക്കമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പ്രത്യേകിച്ച് സ്ഥാനത്തിരിക്കുമ്പോൾ, അധികാര സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ എല്ലാവരും
നല്ലത് പറയാൻ താല്പര്യം. നല്ലത് പറയുന്നത് മാത്രമേ കേട്ടോണ്ട് പോകുന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ തെറ്റ് ചെയ്യുമ്പോഴും നല്ലതാന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെയും കൂടുതൽ തെറ്റിലേക്ക് വരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് പൊതുപ്രവർത്തകരാകെ വിമർശനങ്ങളോട് ഒരു അസഹിഷ്ണുത കാണിക്കരുത് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അതേസമയത്ത് ചിലപ്പം സത്യവുമായി ഒരു ബന്ധവുമില്ലാത്ത ആക്ഷേപങ്ങളും ആരോപണങ്ങളും വരുമ്പോൾ നമ്മുടെ മനസ്സിൽ പ്രയാസം തോന്നാറുണ്ട്. നാച്ചുറലാണത്. അതുപോലെ തന്നെ എന്നെ ഡോക്ടർ റോയ് പി തോമസ് ഒരിക്കൽ അദ്ദേഹത്തിന്റെ മെഡിക്കൽ ടിപ്സിൽ താങ്കളെ കുറിച്ച് ഒന്ന് പ്രതിപാദിച്ചിരുന്നു. പ്രത്യേകിച്ച് ഹെയർ ഡൈ ചെയ്യുന്നതും മുടിയുടെ ചീകുന്ന സ്റ്റൈലുമൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പ്രതിരോധ മന്ത്രി ശ്രീമാൻ ആന്റണി പാൻസ് ഇട്ടു എന്നും പറഞ്ഞുകൊണ്ട് ഈ ഇമെയിലൊക്കെ ഇങ്ങനെ ന്യൂസുകൾ ഇങ്ങനെ ഞങ്ങൾക്ക് ഇടയ്ക്ക് ലഭിക്കാറുണ്ട്. പക്ഷേ അന്നും ഇന്നും താങ്കൾ എവിടെ പോയാലും ഈ മലയാളി വേഷത്തിലേ നടക്കാറുള്ളൂ. എന്തെങ്കിലും താങ്കൾ പാൻസിട്ട് ഞങ്ങൾക്കൊക്കെ കാണാൻ പറ്റുമോ? ഞാൻ ഏതെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ മുണ്ടല്ലാതെ ഞാൻ മുണ്ടും ഷർട്ടും അത് മാത്രമാണ്. ഞാനിപ്പോൾ ഡാവോസിലെ വീണതും ഞാൻ മുണ്ടും ഷർട്ടും ഇട്ടുകൊണ്ട് തന്നെ പോകുന്ന അവസരത്തിലാണ് സംഭവിച്ചത്. നല്ല തണുപ്പുള്ള സമയമായിരുന്നു, എന്നാലും ഞാൻ അത് മാറ്റിയിരുന്നില്ല. കാരണം അതെനിക്കൊരു ഒരു പിന്നെ ഏറ്റവും അധികം എനിക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ് ഇതാണ്. അത് തന്നെ പരമാവധി വിനിയോഗിക്കാൻ ശ്രമിക്കും. ഓക്കെ, അമേരിക്കൻ മലയാളികളോട് താങ്കളുടെ സന്ദേശം എന്താണ്? അമേരിക്കയിലെ മലയാളികൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഞാൻ ഈ കാലിഫോർണിയ സൈഡിലോട്ടൊന്നും പോയിട്ടില്ലെങ്കിലും മറ്റു പ്രദേശങ്ങളിലൊക്കെ വ്യാപകമായിട്ട് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ത്യക്കാര് മലയാളികളല്ലാത്തവരുമായിട്ടും ഇവിടുത്തെ ആളുകളൊക്കെ ആയിട്ടും പല അവസരങ്ങളിലും ഞാൻ ചിലപ്പം ഒഫീഷ്യലായിട്ടുള്ള ചില പിന്നെ കോൺഫറൻസുകളിലൊക്കെ വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ സംസാരിക്കേണ്ടി വന്നപ്പോഴും മലയാളികളെക്കുറിച്ച് എനിക്ക് വളരെയധികം അഭിമാനം തോന്നത്തക്ക വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇവിടെയുള്ളവരും മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകളും ഒക്കെ പറയുന്നത്. കാരണം ഏത് രാജ്യത്തിന്റെയും നിയമം നമ്മൾ എവിടെ ചെന്നാലും പാലിക്കണം. അത് മലയാളികൾ പാലിക്കുന്നു. നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ സത്യസന്ധമായും ആത്മാർത്ഥമായും കഠിനാധ്വാനത്തോടുകൂടി ചെയ്യാനുള്ള താല്പര്യം അതും മലയാളികൾ ചെയ്യുന്നു. അതോടൊപ്പം എനിക്ക് ഏറ്റവും വലുത് നല്ലൊരു പങ്ക് ആളുകളും നമ്മുടെ കേരളത്തെ മറക്കാതെ, കേരളീയ പാരമ്പര്യം മറക്കാതെ ആ സംസ്കാരവും ആ പാരമ്പര്യമൊക്കെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് ഒന്ന് പറയാനുള്ളത്, ഇപ്പം അവിടെ ജനിച്ചു വളർന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള മലയാളികൾ ഒരിക്കലും പിന്നെ നാടിനെ മറക്കത്തില്ല, മലയാളത്തെ മറക്കത്തില്ല, നമ്മുടെ പാരമ്പര്യവും സംസ്കാരവും അവർ കാത്തു സൂക്ഷിക്കും. പക്ഷെ ഇവിടെ ജനിച്ച തലമുറ, ഇവിടെ ജനിച്ചു വളരുന്ന തലമുറ, അവരെയും ആ രീതിയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇവർ കുറച്ച് അധ്വാനിക്കേണ്ടി വരും. എനിക്ക് അമേരിക്കയിലെ മലയാളികളോട് പറയാനുള്ളത്, പുതിയ തലമുറ നമുക്ക് മലയാളം പഠിപ്പിക്കാനും നമ്മുടെ നാട്ടിലെ കുടുംബ ബന്ധം, കേരളീയ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ കുടുംബ ബന്ധമാണ്. ആ പരസ്പര വിശ്വാസവും പരസ്പര സ്നേഹവും ഒക്കെ ഉള്ളതാണ്. അപ്പം പുതിയ തലമുറയും ആ ഒരു സ്നേഹബന്ധത്തിലൂടെ കേരളത്തിന്റെ സംസ്കാരത്തിന്റെ അതിൽ വളർത്തി എടുക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിന് താല്പര്യമെടുക്കണം. കാരണം പിന്നെ അമേരിക്കയിലെ പിന്നെ സുഖ സൗകര്യങ്ങളും ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഞാൻ അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതേ അവസരത്തിൽ തന്നെ നമ്മുടെ സംസ്കാരവും നമ്മുടെ പാരമ്പര്യവും അത് നമുക്കൊരിക്കലും മറക്കാനാവില്ല. അത് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. നമ്മളൊക്കെ മലയാളികളെല്ലാം വിശ്വസിക്കുന്ന ആ കുടുംബ ബന്ധങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ആ ഒരു പാരമ്പര്യവും സംസ്കാരവും ഉയർത്തിപ്പിടിക്കാൻ അതിന് പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി, ഭാവി മുഖ്യമന്ത്രി, അങ്ങയുടെ ഇത്രയും വിലയേറിയ സമയം ഞങ്ങളുടെ ഈ പരിപാടിയിലേക്ക് ലഭിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. താങ്കളുടെ ഭാവിയിലേക്കുള്ള രാഷ്ട്രീയ രംഗത്തും മറ്റ് രംഗങ്ങളിലും
എല്ലാവിധമായ വളർച്ചയ്ക്ക് എല്ലാവിധമായ ആശംസകളും ഈ സമയത്ത് നേരുന്നു. വളരെയധികം സന്തോഷം. നന്ദി. എനിക്ക് വളരെയധികം